അർജുന്റെ സഹോദരൻ നമ്മളൊപ്പം ചേരുകയാണ്. നിങ്ങളുടെ ഭർത്താവാണ് ഇപ്പോൾ സംസാരിച്ചതല്ലേ, അവിടെയുള്ളത് അവരല്ലേ? പ്രത്യേകിച്ച് പുരോഗതിയും കാര്യങ്ങളൊന്നും നമ്മളിപ്പോ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു പുരോഗതിയും അവിടെ എത്തിയിട്ടില്ല. ഒന്നുകൂടിയും പ്രഷർ ചെയ്ത് നമുക്ക്, കാരണം ഇപ്പോൾ ഓൾറെഡി 11:30 രാത്രി അവിടെ റെസ്ക്യൂ ഒന്നും നടക്കുന്നില്ല. ഹലോ, തീർച്ചയായും അതാണ് ഇവർ പറയുന്നത്. നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ തലത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗതാഗത വകുപ്പും റവന്യൂ വകുപ്പും ഒക്കെ ഇടപെടുന്നുവെന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് MP MK രാഘവൻ കൃത്യമായി ഇടപെടുന്നു, രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ വേണ്ട നടപടിയിലേക്ക് കടക്കുമെന്ന് പറയുന്നു. അപ്പോൾ പോലും അവിടേക്ക് അതിന്റെ പ്രതിഫലനം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള നിരാശ കൂടി ഈ കുടുംബം പങ്കുവെക്കുകയാണ്. ഒരു ജീവന്റെ വിഷയമാണ്. ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതിലേക്ക് ഇപ്പോഴും എന്തുകൊണ്ടാണ് കടക്കാൻ കഴിയാത്തത് എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തിരുന്ന് ഇടപെടലുണ്ടായി എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കർണാടകയിൽ ശിരൂരിൽ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാകാത്തത് എന്നുള്ള കാര്യം ആ ചോദ്യമായി തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത്. ഇവരിപ്പോഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത്. ഇവിടെയാണ് വണ്ടി ഉള്ളതെന്ന് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് കിടക്കുന്നത്. ഇതിന്റെ അടിയിലാണ് അവൻ കുടുങ്ങി കിടക്കുന്നത്. അവിടെയാണ് ലാസ്റ്റ് GPS കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത്. ഏറ്റവും പുതിയ വിഷയം. വേണു, ഈ ദൃശ്യങ്ങൾ നോക്കുക. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ അർജുന്റെ സഹോദരി പറയുന്നതനുസരിച്ച് അവിടെ നിന്ന് അയച്ചു നൽകിയ ദൃശ്യങ്ങളാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് അർജുൻ കുടുങ്ങിക്കിടക്കുന്നത്. പക്ഷേ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതിന്റെ തൊട്ടിപ്പുറത്തെ വശത്താണ്. അതായത് അർജുൻ കുടുങ്ങിക്കിടക്കുന്ന ആ മണ്ണ് മാറ്റിക്കൊണ്ട്. തീർച്ചയായും ഇത് തന്നെയാണ് ഈ വിഷ്വൽ കൃത്യമായി കാണുന്നുണ്ടാകും. അർജുൻ കുടുങ്ങിക്കിടക്കുന്ന മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ റൈറ്റ് സൈഡ് കണ്ടോ, അവിടെയാണ് വണ്ടി കിടക്കുന്നത്. പക്ഷെ ഇവരെടുക്കുന്ന എപ്പോഴും ലെഫ്റ്റ് സൈഡാണ്. അത് തന്നെയാണ് ഈ റൈറ്റ് സൈഡ്. തീർച്ചയായും അർജുൻ കുടുങ്ങിക്കിടക്കുന്ന മേഖലയിലേക്ക് ഇപ്പോഴും രക്ഷാപ്രവർത്തനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ നമുക്ക് ദൃശ്യങ്ങൾ സഹിതം അറിയാൻ കഴിയുന്നത്. ഒരു മണ്ണുമാന്ത്രി യന്ത്രം ട്രക്കിൽ ആ മണ്ണ് നീക്കുന്ന പ്രവൃത്തി നടക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്.